പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നറിയാം, അതിൽ അത് ഈ പറഞ്ഞ ആ മത്സ്യത്തിന്റെ വരവിൽ തന്നെ പറയുന്നുണ്ട്, മത്സ്യാവതാരത്തിൽ പറയുന്നുണ്ട്, ഒരു പിന്നെ രാജാവ് സത്യവ്രതൻ എന്ന് പറഞ്ഞ രാജാവ് പ്രാർത്ഥിക്കാൻ വേണ്ടി വെള്ളം എടുത്ത് കയ്യിലെടുക്കും, അതിനകത്ത് മത്സ്യം ചെറിയൊരു മത്സ്യത്തിൽ വന്ന് കയറുക. അപ്പൊ നീ ഏതാന്ന് ചോദിച്ചു എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ശരി ആയിക്കോട്ടെ എന്ന് പറയുമ്പോൾ പാത്രം വലുതായി, അദ്ദേഹത്തിന്റെ കയ്യിലുള്ള പാത്രത്തിലിട്ടപ്പോൾ അത്ര വലുതായി, പിന്നെ പുറത്തിൽ കൊണ്ടെടുത്തു അതിനേക്കാളും വലുതായി, അവസാനം വേണ്ടത് കടലിൽ കൊണ്ടു. അപ്പൊ പറഞ്ഞു 7 ദിവസം കഴിയുമ്പോൾ വലിയ പ്രളയം ഉണ്ടായി, പറഞ്ഞ ഭൂമി നശിക്കും, അപ്പൊ ഞാനൊരു തോണിയിൽ വരും, അപ്പൊ നീ എന്ത് ചെയ്യണം, സപ്തർഷികൾ സന്യാസ ശ്രേഷ്ഠന്മാരുൾപ്പെടെയുള്ളവരെയും സകല ജീവജാലങ്ങളുടെയും എന്താണ് വിത്തുകളും ആ തോണി കയറ്റണം. എന്നാൽ എന്താ പറഞ്ഞത്, മനുഷ്യനെ മാത്രം രക്ഷിക്കാനല്ല പറഞ്ഞത്, സകല ജീവജാലങ്ങളിൽ സസ്യലതാദികൾ തന്നെ വിത്തുകളുണ്ട്, എല്ലാം എന്ത് ചെയ്യണം, തോണി കയറ്റണം, ഞാൻ രക്ഷിച്ചോളാം. അപ്പൊ എന്താ ഇതിന്റെ അർത്ഥം? അന്നേ ഭാരതത്തിന്റെ കാഴ്ചപ്പാട് എന്താണ്, എല്ലാ മനുഷ്യരും അതുപോലെ സകല ജീവജാലങ്ങളും ഒറ്റ കുടുംബം, വസുദൈവ കുടുംബം.